നന്ദ, അവിടെ പോയി വന്നിട്ട് നിനക്കെന്താ തോന്നിയേ? അതിപ്പോ എന്താ പറയാ, ആകെ ഒരു മാറ്റം വന്ന പോലെ. അതെ, നവീനും ഗാഥയുമായിട്ടുള്ള കല്യാണം മുടക്കാൻ എന്തെങ്കിലും സാധ്യത കിട്ടുമോന്ന് നോക്കിയാ നമ്മൾ അവിടെ പോയത്. പക്ഷേ ഇന്നത്തെ ഗാഥമോളുടെ പെരുമാറ്റം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. അതെ അമ്മേ, ഇതിനു മുമ്പ് പലതവണ ആ കുട്ടിയെ കണ്ടിട്ടുണ്ട്. പക്ഷെ ബിസിനസ്സുകാരായ സിത്താര ശ്രീനിവാസന്റെ നേരെ പകർപ്പ് എന്നല്ലാതെ മറ്റൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ആ കുട്ടിയുടെ സംസാരം, പെരുമാറ്റം, വാക്കുകളിൽ പോലും സൂക്ഷിക്കുന്ന വിനയം സത്യം പറഞ്ഞാൽ ഞെട്ടിച്ചു. ഐശ്വര്യവും സൗന്ദര്യവും ഒരുപാടങ്ങ് കൂടിയതുപോലെ. പണ്ടൊക്കെ അടുത്തു വരികയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ പെരുമാറ്റത്തിലൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പെരുമാറ്റത്തിൽ അങ്ങനെ ഒരു സൂചനയില്ല. ആക്സിഡന്റ് ആ കുട്ടിയെ വല്ലാതെ മാറ്റിമറിച്ചിട്ടുണ്ട്. കളരിക്കൽ കുടുംബത്തിലെ മരുമകളാകാൻ ഇതിനേക്കാൾ നല്ലൊരു കുട്ടിയില്ല എന്ന് വരെ തോന്നിപ്പോയി. അതെ, നവീന് നന്നായി ചേരുന്ന കുട്ടി. എന്തു ഭംഗിയായിട്ടാ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നേ. തമാശ പറയുന്നു, പൊട്ടിച്ചിരിക്കുന്നു, ഒരു ചെറിയ പെൺകുട്ടിയെ പോലെ. അമ്മേ, പക്ഷേ പറഞ്ഞിട്ടും ആഗ്രഹിച്ചിട്ടും ഒന്നും കാര്യമില്ലല്ലോ. ഗാഥയുടെ സ്വഭാവം മാറിയതുകൊണ്ട് ശാപത്തിന്റെ തീവ്രത കുറയില്ലല്ലോ. ഇപ്പോഴും വേർപിരിക്കണം തന്നെയാണോ അമ്മയുടെ മനസ്സിൽ? നവീനും ഗാഥയ്ക്കും നല്ലത് അതുതന്നെയല്ലേ. പരീക്ഷണങ്ങൾക്കൊന്നും പറ്റില്ലല്ലോ നന്ദ. പരീക്ഷണങ്ങൾക്ക് ശ്രമിച്ചപ്പോഴൊക്കെ വേദനയല്ലേ പകരം കിട്ടിയിട്ടുള്ളൂ. വേറൊന്നും നമ്മൾ ചിന്തിക്കണ്ട. നമ്മൾ തീരുമാനിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. മുമ്പ് ആ തീരുമാനത്തിന് ശ്രമിക്കുമ്പോ അവര് തമ്മിൽ പിരിയുന്നതിന് വലിയ വേദനയില്ലായിരുന്നു. പക്ഷേ ഇനി വേദനിച്ചുകൊണ്ടേ ചെയ്യാൻ പറ്റൂ. അതെ, നവീനെ പോലെ തന്നെ ആ കുട്ടിയെ നമ്മളിപ്പോ സ്നേഹിക്കുന്നു. സങ്കടത്തോടെ വേർപിരിക്കേണ്ടി വരും. അത് തന്നെ നടക്കട്ടെ. കാര്യം ശരി തന്നെയാ. ചെയ്യുന്ന ജോലിക്ക് ഞാൻ കാശ് വാങ്ങിക്കുന്നുണ്ട്. അതെ, എന്റെ ഗതികേട്. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന അത്ര ആത്മാർത്ഥതയോടെ ഞാൻ ചെയ്യുന്നില്ലേ? അതാ ഗാഥാ മേഡത്തിന് വേണ്ടിയല്ലേ. അത് മനസ്സിലാക്കുന്നില്ലെന്ന് വെച്ചാ എന്താ മോളെ സംഭവിച്ചേ? ആഹാ, അയ്യോ എന്റെ ഗോപാലമ്മ, എന്നെക്കൊണ്ട് ഈ പണി ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ആ പെണ്ണതിന് സമ്മതിക്കത്തില്ല. മോള് കാര്യം എന്താന്ന് വെച്ചാ പറ. കാര്യം എന്താ? അവര് കെട്ടാനിരിക്കുന്ന ആ ഒരു ചെറുക്കനുണ്ടല്ലോ, എന്നോട് തനിച്ചൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാനാണല്ലോ ഗാദിയായിട്ട് മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത്. എന്നിട്ട് പുറത്തേക്ക് വിളിച്ചോണ്ട് പോകുമ്പോ അങ്ങേരുടെ വേറൊരു കൽപ്പന. അവിടെ കിടക്കുന്ന ഗാദിയുടെ ചെരുപ്പിട. അതാണെങ്കി കുട്ടിയും കോലും പോലെ ഇങ്ങനെ നിക്കാം. അതിട്ടിട്ട് ഞാനൊരുമാതിരി താറാവ് നടക്കുന്ന പോലെ നടന്നത്. എനിക്ക് കുട്ടനാട്ടിൽ അതൊന്നും ഇട്ട് പരിചയമില്ല. ഞാൻ കെട്ടിമറിഞ്ഞങ്ങ് വീണു. ഞാൻ വീഴുന്നുണ്ടപ്പോ അയാൾ എന്നെ ഒന്ന് കയറി പിടിച്ചു. അതാ പിശച്ച് കണ്ടു എന്നാ പറയുന്നത്. വെറുതെ ഒന്ന് കൈ പിടിച്ചേനോ? ആ, വെറുതെ അങ്ങ് കയറി പിടിച്ചതൊന്നുമല്ല. എന്നെ പിടിക്കാൻ ശ്രമിച്ചപ്പോ ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് വീണു. ആ, അതെങ്ങനെയാ? ആ സ്റ്റൂള് പോലുള്ള ചെരുപ്പുമേല് ഞാൻ കേറി നിന്നില്ലെങ്കിൽ ഗാഥാ ശ്രീനിവാസ് ആവില്ലല്ലോ. എന്തൊക്കെ എന്നെ പറഞ്ഞെന്നറിയോ? ഞാനിതൊക്കെ കരുതിക്കൂട്ടി ചെയ്തതാ. തൊട്ടുരുമ്പ് നടക്കാൻ കൊതിയായിട്ടാണെന്നൊക്കെ. പിന്നെ ഞാൻ ആമ്പിള്ളേരെ കാണാതെ നടക്കല്ലേ. അതെ അതെ, എനിക്ക് ഒരു ചെക്കന്മാരോടും ഒരു പൂതിയുമില്ല. ഞാനേ ഇനി അങ്ങോട്ട് പോവില്ല. മോളെ, വലിയ വീട്ടിൽ ഒരുപാട് സൗകര്യങ്ങളോടുകൂടി വളർന്ന കുട്ടിയാ അത്. അവരോട് സാധാരണക്കാരന്റെ വിഷമം ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല.
നമ്മൾ ക്ഷമിക്കുക. ആവശ്യം നമ്മുടേതല്ലേ? അമ്മയുടെ കാര്യത്തിന് വേണ്ടിയല്ലേ മോളെ? ആ ഒരൊറ്റ കാര്യം ആലോചിച്ചിട്ടാ. അല്ലെങ്കിലേ എന്റെ സ്വഭാവം വെച്ചിട്ട് മുഖത്ത് നോക്കി 4 വർത്തമാനം പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി പോന്നെ. ഓട്ടെ മോളെ, ഓരോരുത്തരും അവരുടെ സംസ്കാരം വെച്ച് പെരുമാറുന്നു, അത്ര തന്നെ. മോളുടെ മനസ്സിൽ നന്മയെ തിരിച്ചറിയേണ്ട കാര്യം അവർക്കുണ്ടോ? എങ്ങനെയെങ്കിലും കുറച്ചു ദിവസം പിടിച്ചു നിൽക്കുക, നമ്മുടെ പ്രശ്നം പരിഹരിക്കുക. അവിടെ തീർന്നു അവരുമായിട്ടുള്ള എല്ലാ ബന്ധവും. ദൈവത്തിന് നേരിട്ട് കാണാണെങ്കിൽ ഞാൻ ചോദിച്ചനാ, എന്നെ ആ പെണ്ണിനെയും എന്തിനാ ഒരേ രൂപത്തിലെ സൃഷ്ടിച്ചേന്ന്. അതെ, ആദ്യം ഈ ദേഷ്യം നടക്ക്. കഴിക്കാൻ എന്തെങ്കിലും വേണോ? ആ പിന്നെ ഈ പറയുന്നതിനൊക്കെ പരിഹാരം കഴിക്കലല്ലേ? ഒന്ന് അടങ്ങടി പെണ്ണെ. ഒന്ന് ഉറങ്ങി നേരം വെളുക്കുമ്പോ നിന്റെ ഈ ദേഷ്യമൊക്കെ മാറും. നാളെ തൊട്ട് നീ പോവുകയും ചെയ്യും. ആ അമ്മ ഓർത്താ പോവാതിരിക്കുന്നത് എങ്ങനെയാ? മോളെ, ഇക്കാലത്ത് ഒരു സ്വാർത്ഥതയില്ലാതെ അമ്മ ഇത്രമാത്രം സ്നേഹിക്കുന്ന കൊച്ചുങ്ങളെ കാണാൻ പ്രയാസാ. നീ അത് ചെയ്യുന്നുണ്ടല്ലോ, അതിന്റെ അനുഗ്രഹം ദൈവത്തിൽ നിന്നുണ്ടാവും. വെറുതെ മനസ്സ് വിഷമിപ്പിക്കാതെ. ഹൃദയം അണിവിങ്ങലാൽ തൊടൂ ഈ മിഴിയിണയിൽ സദാ പ്രണയം മഷിയെഴുതും നിതാ ശിലയായി നിന്നെ നോക്കി യുഗമേറെ എന്റെ കൺചിമ്മിടാതെ എൻ ജീവൻ അകമേ വാനവില്ലിനേഴുവർണ്ണമായി ദിനമേ പൂവിടുന്നു നിൻ മുഖം അകലെ മാഞ്ഞിടാതെ ചേർന്നിതെന്നിൽ നീ എന്നും മലേ നീ ഹിമമഴയായി വരൂ ഹൃദയം അണിവിരലാൽ തൊടൂ സാറേ സാറേ എന്താടോ? ഓ, പാട്ട് കേൾക്കാൻ ഒരു മിനിറ്റ് കളഞ്ഞെങ്കിൽ അത് ജീവിതത്തിലെ വലിയ നഷ്ടമാണെന്ന് പറയുന്ന കടുകട്ടി ബിസിനസ്മാൻ. പകൽ സ്വപ്നം കണ്ടാല് അത് പരമ നഷ്ടമാണെന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് ജെന്റിൽമാൻ. ഒക്കെ കയ്യിന്ന് പോയി അല്ലേ സാറേ? എന്താണെന്ന് അറിയില്ലടോ. ഗാഥയുടെ വീട്ടിലേക്ക് പോകുമ്പോ ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഇന്ന് വരെ ഇല്ലാത്തൊരു അട്രാക്ഷൻ എനിക്ക് തോന്നുന്നു. ഇന്ന് ഗാഥയായിട്ട് കുറച്ചു നേരം സംസാരിച്ചപ്പോ അതങ്ങ് വല്ലാതെ കൂടി. സത്യത്തില് എന്റെ മനസ്സിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഒരുപാട് കാര്യങ്ങളെ അയാള് തട്ടി വിളിച്ചതുപോലെ. എന്റെ പൊന്നു സാറേ, ഒരു ടച്ച്, ഒരു വീഴ്ച, ഇതെല്ലാത്തിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണെന്നേ. ആ ഇപ്പൊ സാറിന്റെ ഈ മുഖം കണ്ടാലുണ്ടല്ലോ, ശരിക്കും ഒരു കാമുകന്റെയാ. ആ പിന്നെ ഈ കോലത്തിലൊന്നും സാർ നമ്മുടെ ബിസിനസ് മീറ്റിംഗിലൊന്നും പോയി നിക്കില്ല കേട്ടോ. ആ സാർ ഒരു കാര്യം ചെയ്യും, കുറച്ചു കാലം ബിസിനസ് ഒക്കെ ഒന്ന് മാറ്റി വെക്കും. വിവാഹം കഴിഞ്ഞ് സാറിന്റെ ഹണിമൂണും കഴിയട്ടെ. അത് കഴിഞ്ഞ് ബിസിനസ്സിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചാ മതി. ഏയ്, അതൊന്നും ശരിയാവില്ല. അല്ല സാറേ, ഇപ്പൊ സാറിന്റെ മനസ്സിൽ ബിസിനസ് ആണോ അതോ ഗാഥാമാടോ ആണോ ഒരല്പം മുന്നിൽ? എടോ, താൻ എന്നെ കുഴപ്പിക്കല്ലോ. ഇപ്പൊ രണ്ടും ഒപ്പം. ആ അത് പറ. അപ്പൊ ഗാഥാമാടോ ഓടിക്കേറി. ഒരു 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഇതേ ചോദ്യം ചോദിച്ചാ സാറ് പറയും ഗാഥയാണ് നമ്പർ 1,
അതിനേക്കാൾ ഒരുപാട് ഒരുപാട് താഴെയാണ് ബിസിനസ് ഒന്ന്. എടോ, ആക്സിഡന്റിന് ശേഷമുള്ള ഗാഥയെ വേണമെങ്കിൽ ഗാഥ 2.0 എന്ന് വിളിക്കാം. വല്ലാത്തൊരു ചേഞ്ച് അല്ലേ? നടത്തത്തിലും ഇരുത്തത്തിലും പെരുമാറ്റത്തിലും സംസാരത്തിലും ടോട്ടലി ചേഞ്ച്. കാര്യം ശരി തന്നെയാ സാറേ, പക്ഷെ ഒരാൾക്ക് അങ്ങനെയൊക്കെ മാറാൻ പറ്റൂ? എന്തുകൊണ്ട് പാടില്ല? താൻ കേട്ടിട്ടില്ലേ ചിലർ ആക്സിഡന്റിന് ശേഷം വേറൊരു വ്യക്തിയെ പോലെ പെരുമാറുന്നതൊക്കെ? അത് കയ്യിന്ന് പോയാലല്ലേ സാറേ? ഗാതമാടത്തിന് ഇനി അങ്ങനെ വല്ല കുഴപ്പമുണ്ടോ? ഇല്ലടോ മാണിക്കുന്നു. ഈ ഹോസ്പിറ്റലുണ്ടല്ലോ, വല്ലാത്തൊരു സംഭവം. ഹോസ്പിറ്റലും പോലീസ് കസ്റ്റഡിയുമാണ് മനുഷ്യരെ ഏറ്റവും കൂടുതൽ ചിന്തിക്കാൻ സമയം കണ്ടെത്തുന്നത്, തിരുത്താൻ സമയം കണ്ടെത്തുന്നത്. ചിലപ്പോൾ നമ്മുടെ തറവാടിനിണങ്ങുന്ന രീതിയിൽ പൂർണ്ണമായിട്ട് മാറണമെന്ന് കഥയ്ക്ക് ആശുപത്രിവാസം കൊണ്ട് തോന്നിയിട്ടുണ്ടെങ്കിലോ, അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഗാഥ നടത്തുന്നതെങ്കിലോ അങ്ങനെയാവും അല്ലേ സാർ? ആയിരിക്കോടോ. അമ്മയെ അയാൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്, മുത്തശ്ശി അയാൾക്ക് ഇഷ്ടമാണ്. നമ്മുടെ തറവാടിന്റെ രീതികളോടും ബഹുമാനവും. അപ്പോൾ സ്വാഭാവികമായിട്ട് കളരിക്കലേക്ക് എത്തുന്നത് പുതിയൊരു ഗാഥയായിട്ടായിരിക്കും. എല്ലാം കൊണ്ടും കളരിക്കൽ തറവാടിന് യോജിച്ച, എനിക്ക് യോജിച്ച പുതിയൊരു ഗാഥയായിട്ട്. ചിന്തിച്ചു കൂട്ടുന്നേ. ഇതെന്താ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ മനസ്സിൽ വരുന്നേ? നാണം തോന്നുന്നു. എന്താ? അത് തന്നെയാ ഞാനും ചോദിക്കുന്നേ, എന്താണ്? എനിക്കൊന്നുമില്ല. ഒന്നുമില്ലാന്നൊന്നും പറയണ്ട. എന്തോ ഒരു കുഴപ്പം പിടിച്ച ചിന്ത മനസ്സിൽ കിടന്ന് കളിക്കുന്നുണ്ടല്ലോ. എന്താ മോളെ, അഭിനയിക്കാൻ പോയിട്ട് ജീവിക്കാൻ തീരുമാനിച്ചോ? സുനന്ദേച്ചിക്ക് ഭ്രാന്ത് പിടിച്ചോ? എനിക്ക് ഭ്രാന്തൊന്നുമില്ല. വീണ്ടും വീണ്ടും മനസ്സിൽ വരുന്ന ആ രംഗം ഏതാന്ന് എനിക്ക് മനസ്സിലായി. ആ ചെക്കനെ കെട്ടിപ്പിടിച്ച് വീണതല്ലേ? പെൺകുട്ടികളുടെ മനസ്സ് അങ്ങനെയാ. ആദ്യമായിട്ട് തൊടുന്ന പുരുഷൻ അവരുടെ മനസ്സിൽ നിന്ന് പോവില്ലെന്നേ. അയ്യേ, എന്തൊക്കെയാ പറയുന്നേ? ഞാൻ അങ്ങനെ മനസ്സിനെ സുഖിച്ചിട്ട് ഓർത്തതൊന്നുമല്ല. അങ്ങനെ സംഭവിച്ചു പോയതില് എനിക്ക് അറപ്പായിട്ടാ. പിന്നെ പിന്നെ ഒരാളുടെ മുഖത്തെ വെറുപ്പും അറപ്പൊക്കെ കണ്ടാലേ എനിക്കത് തിരിച്ചറിയാനൊന്നും പറ്റില്ലല്ലോ. സുനന്ദേച്ചിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ആ ചെക്കൻ മനസ്സിലെങ്ങാനും കയറി പറ്റിയോ? അയ്യേ, അയാളോ? ഞാൻ പറഞ്ഞല്ലോ അയാളെ പറ്റി. നാട്ടിലെനിക്ക് അസലായിട്ട് പണി തന്ന ആളാ. അയാൾക്ക് എന്റെ മുഖം തിരിച്ചറിഞ്ഞില്ല എന്ന് തോന്നുന്നു. അറിയാമായിരുന്നെങ്കിൽ അതേ മുകളിൽ ഒരുത്തി മുന്നിൽ വന്ന് നിൽക്കുമ്പോ അയാൾക്ക് മനസ്സിലാവായിരുന്നില്ലേ? അത് മാത്രല്ല, അയാൾ ഒരു കോടീശ്വരൻ. അയാളുടെ ജീവിതം വേറെ, സ്വപ്നങ്ങൾ വേറെ. അതിന്റെ ഇടയില് ഞാനിനി അയാളെ ആലോചിക്കാത്ത കുറവേ ഉള്ളൂ. എന്നാലും ആള് വലിയ കുഴപ്പമൊന്നുമില്ലല്ലേ? അല്ല, എന്ന് മുതലാ സുനന്ദേച്ചി ദല്ലാള് പണി തുടങ്ങിയത്?
എന്ത് ദല്ലാള് പണി? ആ ഞങ്ങളുടെ നാട്ടിൽ ഇതിനൊക്കെ ദല്ലാള് പണി എന്നാ പറയാ. ഓരോ ചോദ്യം കൊണ്ട് വന്നിരിക്കുന്നു. ഗോപാലമാമയോട് പറഞ്ഞിട്ടേ നല്ലത് ഞാൻ വാങ്ങിച്ചു തരുന്നുണ്ട്. പറയട്ടെ. ആഹാ, അത് കൊള്ളാലോ. ഇതുവരെ എടുത്തു വെച്ചില്ലേ? അത് പിന്നെ നീ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയേ. നെറ്റി ഒരുപാട് കേറിയിട്ടുണ്ടോ? അതെ, അതിൽ തന്നെ നോക്കിയിരുന്നാലേ അങ്ങനെ പലതും തോന്നും. എന്നാലും ഞാൻ സമ്മതിച്ചു കേട്ടോ. കൃഷ്ണയ്ക്ക് സിറ്റിയിലാ ജോലി. അവിടുന്ന് ഒരു പയ്യനെ നോക്കിയാ പോരെന്ന് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അതിനു മുന്നേ ബ്രോക്കറെ വിളിച്ചു പറഞ്ഞു. ആളെ സംഘടിപ്പിച്ച് ഇതാ കൊണ്ടുവരികയും ചെയ്തു. ചെക്കനവിടെ ഏതോ വലിയ കമ്പനിയിലാണെന്നാ പറഞ്ഞേ. സിറ്റി തന്നെ സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ട്. അത് നല്ലൊരു കാര്യല്ലേ? രാവിലെ കൃഷ്ണ വിളിക്കുമ്പോഴേ ഞാൻ പറയാം. ദേ കൊല്ലും നിന്നെ ഞാൻ. അവളെ കാര്യം അറിഞ്ഞാലുണ്ടല്ലോ ഇപ്പൊ തന്നെ അതിനെതിര് പറയും. എല്ലാം അന്വേഷിച്ച് കാര്യത്തോടെടുക്കുമ്പോ അവളോട് പറഞ്ഞാ മതി. അല്ലാണ്ട് പറയൂ നീ? ഞാൻ പറയുന്നില്ലേ. അല്ല, നിന്റെ ജോലിയൊക്കെ കഴിഞ്ഞോ? ഇതാ കഴിഞ്ഞമ്മേ. നീയേ ആ അലമാരിയിലെ ഒരു ചെറിയ പെട്ടി ഇരിപ്പുണ്ട്, അതിങ്ങോട്ടെടുക്ക. ചെക്കനെ അതിനകത്തിട്ട് പൂട്ടാനാ? ദേ പറഞ്ഞ അത് ചെയ്യടി പെണ്ണേ. അമ്മേ, എന്താ മോളെ? ഇതാണോ അമ്മേ? ആ അത് തന്നെ, അതിങ്ങ കൊണ്ടുവാ. നീ അത് തുറക്കണേ. ഇത് എവിടുന്നാ അമ്മേ? ഞാൻ ഇതുവരെ ഇതിവിടെ കണ്ടിട്ടില്ലല്ലോ. നിന്നെന്നല്ല, ഞാൻ അവളെ പോലും ഇത് കാണിച്ചിരുന്നില്ല. അവളെ എങ്ങനെ ഇത് കാണിച്ചിരുന്നെങ്കിലേ ഇതിപ്പോ എവിടെ ഇരിക്കുമായിരുന്നു. എന്റെ ആശുപത്രി ചെലവിനും മരുന്നിനും ഒക്കെ വേണ്ടി എന്നെ ഇത് പോയേനെ. കാത്ത് കാത്ത് ഞാനിത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതേ അവളുടെ കല്യാണത്തിന് അവക്ക് കൊടുക്കാനാ. എന്നെ കൊണ്ടാവുന്നത് ഇതൊക്കെയാ. ഇത് കൊടുക്കുമ്പോ കൃഷ്ണ എന്തായാലും ഞെട്ടും. ഇങ്ങനൊരു കാര്യം സൂക്ഷിച്ചു വെക്കുമെന്ന് അവള് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. അവള് സ്വപ്നത്തിൽ കണ്ടാലും പ്രശ്നമാണ്. സ്വപ്നത്തിൽ നിന്ന് അവൾ എടുത്ത് വെക്കും. എനിക്ക് വേണ്ടി തന്നെയാ. എന്നാലും ഇത് കൈവിട്ടു പോകാൻ പാടില്ല. ചിലപ്പോ ഞാൻ വയ്യാണ്ടാകും, ആശുപത്രിയിലാകും. ഇങ്ങനെ ഒരു കാര്യം ഇവിടെ ഇരിപ്പുണ്ടെന്ന് നീ കൃഷ്ണനോട് പറയല്ലേ, കേട്ടല്ലോ? ഇതിപ്പോ എന്തിനാ എന്നോട് പറഞ്ഞത്? കിടന്ന കിടപ്പില് ഞാനെങ്ങനെ ചത്തുപോയാല് ഇതാരെങ്കിലും അവളോട് പറയണമല്ലോ. അതാ നിന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചത്. ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? ഒന്നെങ്കിൽ മോളുടെ കല്യാണത്തെ പറ്റി ആലോചിക്കുക, അത് നടത്തുന്നതിനെ പറ്റി ചിന്തിക്കും. അല്ലെങ്കിൽ മരിക്കുന്നതിനെ പറ്റി ചിന്തിക്കും. അല്ലാതെ ഇത് രണ്ടും കൂടി പറഞ്ഞാലുണ്ടല്ലോ. നീ പിണങ്ങാതടി. ശരി, നമുക്കെന്നാലേ അവളുടെ കല്യാണത്തെ കുറിച്ച് പറയാം. അതെ, ഈ ചെറുക്കന്റെ പേരെന്താന്നറിയോ നിനക്ക്? വിനയനെന്നല്ലേ? പേരില് വിനയൊക്കെ ഉണ്ട്. അത് സ്വഭാവത്തിലുണ്ടായാ മതി. അതൊക്കെ ഉണ്ടാവും അമ്മേ. എന്തായാലും അമ്മയുടെ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടല്ലേ കൃഷ്ണയെ കിട്ടു. അത് ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. സമയത്ത് തന്നെ കിട്ടണം. ഓക്കെ. എടാ മണിക്കുന്നു, നമുക്കൊന്ന് ഗാഥയുടെ വീട് വരെ പോയല്ലോ. ഇപ്പൊ എന്തിനാ സാറേ? ഗാഥയെ കാണണമെന്നൊരു തോന്നല്, അയാളുടെ അടുത്ത് സംസാരിച്ചിരിക്കാനൊരു ഇഷ്ടം. സംഗതി കൊള്ളാം. പക്ഷെ ഈ ടീനേജ് കാമുകന്മാരെ പോലെ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് കയറിയാലേ
നവീൻ ഗോപാൽ വർമ്മയുടെ അന്തസ് അതിനൊരു പ്രശ്നമാവും. അതുകൊണ്ട് വേണ്ട സാറേ. പിന്നെ സാറിന് സംസാരിക്കാനാണെങ്കിൽ ഫോൺ ചെയ്താ പോരെ. സാറ് തനിച്ചിരുന്ന് സംസാരിച്ചോ. ഇവിടെ ഇപ്പൊ ആരും വരാൻ പോകുന്നില്ല. ഞാനും പോയേക്കാം. ഓ എന്റെ ദൈവമേ, എന്റെ സാറിന്റെ മുഖത്ത് ഈ ചിരി എന്നും നിലനിർത്തി തരണേ. സാറേ, ഒന്നുമില്ലെങ്കിലും പേടിക്കാതെ ജീവിക്കാലോ. അപ്പോ എല്ലാം പറഞ്ഞ പോലെ ഹലോ. ഹേ നവീൻ, ഇതെന്ത് പറ്റി? വല്ലാത്തൊരു ചേഞ്ച്. എന്ത് ചേഞ്ച്? ആസ് യൂഷ്വൽ ഞാൻ സംസാരിക്കുന്നത് ഇതുപോലെയല്ലേ? ഏയ്, കഴിഞ്ഞ ദിവസം താൻ എന്നോട് സംസാരിച്ചപ്പോഴുണ്ടായിരുന്ന ആ സ്വീറ്റ്നെസ് ഉണ്ടല്ലോ, അതിപ്പോ കിട്ടുന്നില്ല. ഇപ്പൊ എനിക്ക് ആ ഗാഥയാണ് ഇഷ്ടം.